Hi everyone, welcome back to my classroom. Today's topic is profitability ratio based on investment. അതിനകത്ത് നമുക്ക് ഇനി ഒരു 3 റേഷ്യോ കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. 4 റേഷ്യോ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഡിവിഡൻഡ് പെർ ഷെയർ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, പ്രൈസ് ഏർണിംഗ് റേഷ്യോ. ഡിവിഡൻഡ് പെർ ഷെയർ, നോട്ട് ഈസ് എ ഡിവിഡൻഡ് പെർ ഷെയർ. ഒരു ഷെയറിൻ്റെ മുകളിൽ എത്ര ഡിവിഡൻഡാണ് ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സിന് കിട്ടുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഈ റേഷ്യോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് എടുക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് ദാറ്റ് ബിലോങ്സ് ടു ദി ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ് അല്ലേ. ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സിന് കിട്ടുന്ന പ്രോഫിറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ ടാക്സും ഡിവിഡൻഡൊക്കെ ലെസ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് എടുക്കുക. It is the amount of profit distributed to equity shareholders. Okay, then അവരുടെ ഡിവിഡൻറ്റ് എത്രയാണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിവിഡൻറ്റ് അത് ഡിവൈഡഡ് ആ പ്രോഫിറ്റിൽ നിന്ന് അവർക്ക് എത്ര ഡിവിഡൻ്റ് ആണോ കിട്ടുന്നത് ആ ഡിവിഡൻറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ്, എത്ര ഷെയർ അവർ ഹെൽഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഒരു ഷെയറിൻ്റെ മുകളിൽ അവർക്ക് എത്രയാണോ ഡിവിഡൻറ്റ് എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഡിവിഡൻറ്റ് കണ്ടുപിടിക്കുക, ദെൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. അപ്പോൾ ഒരു ഷെയറിൻ്റെ മുകളിൽ എത്ര ഡിവിഡൻറ്റാന്നുള്ളത് കിട്ടും. ഇക്വേഷൻ DPS is equal to dividend paid to equity shareholders divided by number of equity shares. ഓക്കെ അല്ലേ, ഈ ഇക്വേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ നോക്കാം. കാൽക്കുലേറ്റ് ഡിവിഡൻഡ് പെർ ഷെയർ ആൻഡ് ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ. ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ കൂടെ കാണണം കേട്ടോ. അപ്പോൾ DPSും ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോയും കൂടെ നമുക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് കാണണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് ആണ് എന്ത് 1 lakh തന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഷെയർസ് എന്നാണ്, എമൗണ്ട് ആണ്. അത് എമൗണ്ട് തിരുത്തി എഴുതുക. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ₹1 lakh. എന്നിട്ട് നിങ്ങൾ എഴുതുക, ബ്രാക്കറ്റിൽ എഴുതുക ഷെയർസ് ഓഫ് ₹20 ഈച്ച്. ഓക്കെ, അപ്പോൾ ആദ്യം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ₹1 lakh, ദെൻ ബ്രാക്കറ്റിൽ ഷെയർസ് ഓഫ് ₹20 ഈച്ച്, ദെൻ ഇക്വിറ്റി ഡിവിഡൻറ്റ് 40% ആൻഡ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ 90. ഓക്കെ അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് എഴുതിയെടുക്കുക. ആദ്യം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1 lakh എഴുതുക, ബ്രാക്കറ്റിൽ ഷെയർസ് ഓഫ് ₹20 ഈച്ച്, ഒരു ഷെയറിന് 20 രൂപയാണെന്ന് എഴുതാം. ദെൻ താഴെ ഇക്വിറ്റി ഡിവിഡൻറ്റ് എഴുതുക 40%, ദെൻ മാർക്കറ്റ് പ്രൈസ് 90 എഴുതുക. ഇനി നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. DPS ആദ്യം കാണാം. ടോട്ടൽ ഇക്വിറ്റി ഡിവിഡൻറ്റ് കാണാം. 40% ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ 1 lakh ആണ് ടോട്ടൽ ഇക്വിറ്റി ക്യാപിറ്റൽ. അപ്പോൾ അതിൻ്റെ 40% എന്ന് പറയുമ്പോൾ 40,000 ആണ് ഇക്വിറ്റി ഡിവിഡൻറ്റ് കിട്ടുന്നത്. എത്ര ഷെയർസ് ഉണ്ടെന്ന് എങ്ങനെ കാണാം? എമൗണ്ട് ആണ് നമുക്ക് 1 lakh തന്നിട്ടുള്ളത്, ഡിവൈഡഡ് ബൈ ഒരു ഷെയറിൻ്റെ മുകളിൽ 20 രൂപയാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 20 ചെയ്യുമ്പോൾ 5,000 ഷെയർസാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടോട്ടൽ എമൗണ്ട് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ റുപ്പീസ്. എത്ര രൂപയാണ്? 20 രൂപയാണ് ഒരു ഷെയറിന്. അപ്പോൾ 5000 ഷെയറാണ് ഉള്ളത്. DPS ഈക്വൽ ടു എങ്ങനെയാണ് വരിക? ഡിവിഡൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 40,000 ആണ്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 5,000 ആണ്. ഒരു ഷെയറിൻ്റെ മുകളിൽ 8 രൂപ നമുക്ക് ഡിവിഡൻ്റായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് കിട്ടി. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സിന് ഒരു ഷെയറിൻ്റെ മുകളിൽ എത്ര കിട്ടുന്നുണ്ട്? 8 രൂപ ഡിവിഡൻ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഡിവിഡൻറ്റ് ഈൽഡ് റേഷ്യോ കാണുക? ഇക്വേഷൻ എഴുതിയെടുക്കുക. ഡിവിഡൻറ്റ് ഈൽഡ് റേഷ്യോ ഇസ് ഈക്വൽ ടു DPS ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ DPS ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. അപ്പോൾ DPS ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, 8 രൂപയാണ് ഒരു ഡിവിഡൻറ്റിൻ്റെ ഒരു ഷെയറിൻ്റെ മുകളിൽ കിട്ടുന്ന ഡിവിഡൻറ്റ്. മാർക്കറ്റ് പ്രൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 90 ആണ് അല്ലേ. അപ്പോൾ 8 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 100 ചെയ്യുക. ആദ്യം എന്ത് ചെയ്യുക? 80 ഡിവൈഡ് ബൈ 90 കാണുക ഈക്വൽ ടു, അപ്പോൾ എത്രയാണോ നമുക്ക് കിട്ടുക അത് ഇൻറ്റു 100. ഓക്കെ, 80 ഡിവൈഡഡ് ബൈ 90 ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിവിഡൻറ്റ് ഈൽഡ് റേഷ്യോ കിട്ടും 8.90 ആണ് കിട്ടുക. ഓക്കെ അല്ലേ, 8.88 അങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മളിവിടെ DPS കണ്ടു, അതേപോലെ ഡിവിഡൻറ്റ് ഈൽഡ് റേഷ്യോയും കണ്ടു. DPS കിട്ടിക്കഴിഞ്ഞാൽ DPS ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം? മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ നമുക്ക് ഡിവിഡൻറ്റ് ഈൽഡ് റേഷ്യോയും കിട്ടും. അപ്പോൾ ഡിവിഡൻറ്റ് പെർ ഷെയർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത റേഷ്യോ പഠിക്കാം. അടുത്തത് ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ ആണ്. വാട്ട് ഈസ് ദ ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ? ഡിവിഡൻറ്റ് പേ ഔട്ട് റേഷ്യോ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അതിൻ്റെ ഇക്വേഷനൊക്കെ നമുക്ക് പഠിക്കാം. ഈ റേഷ്യോ എന്ന് പറയുന്നത് ദിസ് റേഷ്യോ മെഷർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏർണിംഗ് ബിലോങ് ടു ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഡിവിഡൻറ്റ് പെയ്ഡ് ടു ദം. എത്രത്തോളം ഏർണിംഗ് ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിനുണ്ട്, അവർക്ക് എത്രത്തോളം ഡിവിഡൻറ്റ് കൊടുക്കാം എന്നുള്ളതാണ് ഇതിലൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ടോട്ടൽ ഡിവിഡൻറ്റ് ടു ഓണേഴ്സ് ബൈ ഏർണിങ്സ് അവൈലബിൾ ടു ദം.
എന്താണ് ടോട്ടൽ ഏർണിങ്സിൽ നിന്ന് അവർക്ക് എത്രത്തോളം ഡിവിഡൻഡ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ ഏർണിംഗ് എത്രയാണോ ഓണേഴ്സിന്, അല്ലെങ്കിൽ ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞാൽ ഓണേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, അവർക്ക് ടോട്ടൽ ഏർണിങ്ങിൽ നിന്ന് എത്രത്തോളം ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Formula for computing this ratio is dividend payout ratio is equal to dividend per share divided by earning per share. ഒരു ഷെയറിൻ്റെ മുകളിൽ എത്രത്തോളം ഏർണിംഗ് കിട്ടുന്നുണ്ട് അതിനനുസരിച്ചിട്ട് അതിൽ നിന്ന് എത്രത്തോളം ഡിവിഡൻഡ് അവർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് മുഴുവനായിട്ടും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനല്ല, അതിൽ നിന്ന് ടാക്സും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡൊക്കെ കൊടുത്ത് ബാക്കിയുള്ള എമൗണ്ടാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളത്. അത് മുഴുവനും അവരെ കയ്യിലോട്ട് കിട്ടുന്നില്ല, അവർക്ക് ഡിവിഡൻഡ് മാത്രമേ കിട്ടുള്ളൂ. കുറച്ച് എമൗണ്ട് ചിലപ്പോൾ ഫേമിന് റിട്ടൈൻ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ റിട്ടൈനൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള എമൗണ്ടാണ് ഡിവിഡൻഡായിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്. അപ്പോൾ ഒരു ഫേം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ടോട്ടൽ ഏർണിംഗ്, അതായത് ടോട്ടൽ ഏർണിംഗും അവരെ കയ്യിലോട്ട് പോകുന്നില്ല. അതിൽ നിന്ന് ടാക്സും ഡിവിഡൻഡൊക്കെ ലെസ് ചെയ്തതിന് ശേഷം ഉള്ള എമൗണ്ട് ടോട്ടൽ പ്രോഫിറ്റ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ്. അതും അവർക്ക് മുഴുവനായിട്ട് കിട്ടുന്നില്ല. എങ്ങനെയാണ്? കുറച്ച് എമൗണ്ട് റീറ്റെയിൻ ഇൻ ദ ബിസിനസ്സിൽ അത് റീഇൻവെസ്റ്റ് ചെയ്യും. വീണ്ടും ഫ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ. ഫ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്, റീറ്റെയിൻഡ് ഏർണിങ്സ്, അതായത് കിട്ടിയ പ്രോഫിറ്റ് വീണ്ടും ആ ഫേമിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ അതും മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ടാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ ടോട്ടൽ ഏർണിങ്ങിൽ നിന്ന് എത്രത്തോളം ഡിവിഡൻഡാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? DPS ഡിവൈഡഡ് ബൈ EPS, ടോട്ടൽ ഏർണിംഗ് പെർ ഷെയർ എത്രയാണോ അതിനനുസരിച്ച് അതിൽ നിന്ന് എത്രയാണോ ഡിവിഡൻഡ് കൊടുക്കുന്നത് അത് കാണാൻ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതിയാവും. DPS എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ. ഓക്കെ, ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. Significance of dividend payout ratio means this ratio shows the number of times the company's earnings cover the dividend. It is a good measure of dividend policy of the company. കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസി മെഷർ ചെയ്യാൻ ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെയാണ്. ഈ റേഷ്യോ കാണിക്കുന്നത് എന്താണ്? കമ്പനിയുടെ ഏർണിങ്ങിലൂടെ ഡിവിഡൻഡ് എത്രയാണ് കൊടുക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ, എത്ര പ്രാവശ്യം എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു റേഷ്യോ ആണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ₹100 ഈച്ച്, ₹3 lakh, 3 ലക്ഷം രൂപയാണ് ക്യാപിറ്റൽ. ഒരു ഷെയറിന് 100 രൂപയാണ്. ദെൻ 12% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 1 lakh, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 2 lakh, റേറ്റ് ഓഫ് ടാക്സ് 40% ആൻഡ് റിറ്റെയിൻഡ് ഏർണിങ്സ് 30% ഓഫ് ദ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. ഇത് കണ്ടോ ലാസ്റ്റിലെ റിറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് കണ്ടോ? അതായത് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ടാക്സും ഡിവിഡൻഡൊക്കെ കൊടുത്തതിന് ശേഷം 30% ഫേമിൽ തന്നെ റിട്ടേൺ ചെയ്യുന്നുണ്ട്, റീഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടാക്സിൻ്റെ പെർസെൻറ്റേജ് 40 ആണെന്ന് പറയുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ടാക്സിന് മുന്നുള്ള പ്രോഫിറ്റ് 2 lakh ആണെന്ന് പറയുന്നുണ്ട്. ഇനി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ കൂടെ 12% കൊടുത്തിട്ടുണ്ട്, അതാണ് അവർക്ക് കൊടുക്കേണ്ട ഡിവിഡൻഡ്. അപ്പോൾ അതും എന്ത് ചെയ്യണം? ഈ ടാക്സ് ലെസ് ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് നിന്ന് ലെസ് ചെയ്യണം. ഓക്കെ അല്ലേ? ഇനി നമുക്കിതെങ്ങനെ സോൾവ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഇക്വേഷൻ DPS ഡിവൈഡഡ് ബൈ EPS ആണ് അല്ലേ? DPS എന്ന് പറയുമ്പോൾ ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡർ. അങ്ങനെ നമുക്ക് ചെയ്യാം. അതായത് ഡിവിഡൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എത്ര ഡിവിഡൻഡ് ഉണ്ട്, ടോട്ടൽ എത്ര ഏർണിംഗ് ഉണ്ട്, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, അതായത് ടാക്സ് ലെസ് ചെയ്യുക. ആദ്യം 2 lakh ആണ് പ്രോഫിറ്റ് തന്നിട്ടുള്ളത്. ടാക്സ് ലെസ് ചെയ്യുക, 40% ലെസ് ചെയ്യുമ്പോൾ 1,20,000 നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഡിവിഡൻറ്റും ലെസ് ചെയ്യണ്ടേ? അപ്പോൾ ഡിവിഡൻറ്റ് കാണണ്ടേ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കുന്ന ക്യാപിറ്റലിൻ്റെ, അതായത് അവരുടെ ക്യാപിറ്റൽ 1 lakh ആണ്, അതിൻ്റെ 12% എന്ന് പറയുമ്പോൾ 12,000 വരും. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് ആഫ്റ്റർ ഡിവിഡൻറ്റ്, അതായത് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,20,000 നമ്മൾ ടാക്സ് ലെസ് ചെയ്തതിന് ശേഷം കിട്ടി. അതിൽ നിന്ന് ഡിവിഡൻറ്റ് കൂടെ ലെസ് ചെയ്യുമ്പോൾ 1,08,000 കിട്ടും. ഇനി ആ എമൗണ്ടിൽ നിന്ന് റീറ്റെയിൻഡ് ഏർണിങ്സും ഇല്ലേ 30%. അപ്പോൾ 1,08,000ൻ്റെ 30% ഫേമിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. 32,400 ആണ് അത് വരിക. ഓക്കെ, ദെൻ ഡിവിഡൻഡ് പെയ്ഡ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പറയുമ്പോൾ ടാക്സും കൊടുത്ത് ഡിവിഡൻറ്റും കൊടുത്ത് റീറ്റെയിൻഡ് ഏർണിങ്സും മാറ്റി വെച്ച് എമൗണ്ടേ കാണിക്കാൻ പാടുള്ളൂ. അപ്പോൾ 1,08,000 നിന്ന് എന്തും കൂടെ മാറ്റുക, റീറ്റെയിൻഡ് ഏർണിങ്സും കൂടെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതാണ് ആർക്ക് കൊടുക്കുള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡായിട്ട് കൊടുക്കുള്ളൂ, 75,600. ദെൻ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് ടോട്ടൽ എത്രയാണ് അവർക്ക് ഡിവിഡൻഡ് കൊടുക്കുന്നത്? 75,600 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏർണിങ്സ് എത്രയാണ് അവർക്ക്? 1,08,000 അല്ലേ? അതായത് റീറ്റെയിൻഡ് ഏർണിങ്സ് മാറ്റി വെച്ച ടാക്സും ഡിവിഡൻറ്റും ലെസ് ചെയ്തതിന് ശേഷമുള്ള മുഴുവൻ പ്രോഫിറ്റും അവർക്കുള്ളതാണ്, ഓർഡിനറി ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്.
അപ്പോൾ 1,08,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ 70% ആണ് കിട്ടുക. ഇൻറ്റു 100 വെച്ച് ചെയ്യുമ്പോൾ 70% കിട്ടും, അല്ലെങ്കിൽ 0.7. ഓക്കെ, ഇപ്പോൾ റേഷ്യോയിലാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇൻറ്റു 100 കൂടെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 75,600 ഡിവൈഡഡ് ബൈ 1,08,000 ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ 70% എഴുതാം. ഇൻറ്റു 100 ചെയ്യാതെ ആകുമ്പോൾ 0.7 കിട്ടും. രണ്ടും കറക്റ്റാണ് കേട്ടോ. അപ്പോൾ DPSും EPSും ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. DPS ഡിവൈഡഡ് ബൈ EPS ചെയ്താൽ മതി. അതല്ല, അത് ഏണിംഗ് പെർ ഷെയർ കാണാതെ തന്നെ ടോട്ടൽ എമൗണ്ട് കൊണ്ട് ചെയ്താലും ഒരേ ആൻസർ തന്നെയാണ് വരിക. ടോട്ടൽ എത്രയാണോ ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏണിംഗ്. ആർക്കുള്ളത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സിന്. ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സിനുള്ള ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ അവർക്കുള്ള പ്രോഫിറ്റ്, അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെയാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിവിഡൻഡ് പെർ ഷെയർ പഠിച്ചു, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ പഠിച്ചു. ഇനി ഒരു റേഷ്യോ കൂടെ ഉണ്ട്, ഏതാണ്? പ്രൈസ് ഏർണിംഗ് റേഷ്യോ. എന്താണ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ എന്ന് പറയുന്നത്? ദിസ് റേഷ്യോ ടെൽസ് ഹൗ മെനി ടൈംസ് ഓഫ് ഏർണിംഗ് പെർ ഷെയർ ഈസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർ ഓഫ് ദ കമ്പനി. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ. ഏർണിംഗ് പെർ ഷെയർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുക. മാർക്കറ്റ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ. ഇതിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. പ്രൈസ് ഏർണിംഗ് റേഷ്യോ എന്നാണ് PE റേഷ്യോ. ചിലപ്പോൾ നിങ്ങളടുത്ത് ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് PE റേഷ്യോ, അല്ലെങ്കിൽ വാട്ട് ഈസ് ഇക്വേഷൻ ടു ഫൈൻഡ് ഔട്ട് PE റേഷ്യോ, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് PE റേഷ്യോ എന്നൊക്കെയാണ് വരിക. PE റേഷ്യോ പറഞ്ഞാൽ പ്രൈസ് ഏർണിംഗ് റേഷ്യോ ആണ്. പ്രൈസ് ഏർണിംഗ് റേഷ്യോ ടെൽസ് ഹൗ മെനി ടൈംസ് ഓഫ് ഏർണിംഗ്സ് പെർ ഷെയർ ഈസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ഷെയർ ഓഫ് ദ കമ്പനി. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് ടോട്ടൽ ഏർണിങ്സ് കമ്പയർ ചെയ്യുമ്പോൾ അതിന് മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്നുള്ളത് നോക്കുക. അപ്പോൾ നല്ല പ്രൈസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മുടെ ഷെയറിന് ഹൈ പ്രൈസാണ് മാർക്കറ്റിലെങ്കിൽ നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഷെയർ ആണെന്നാണ് മീൻ ചെയ്യുന്നത് അല്ലേ. പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷനാണ്. അവരുടെ പെർഫോമൻസ്, കമ്പനിയുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് അത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആരാണ്? ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ് അല്ലേ. അവരുടെ ഒരു പ്രതീക്ഷയാണ്. പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഇൻഡിക്കേറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇക്വിറ്റി ഷെയർഹോൾഡേഴ്സ് അബൌട്ട് ഏർണിംഗ് ഓർ പെർഫോമൻസ് ഓഫ് ദ കമ്പനി. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എബൌട്ട് ഏർണിംഗ് ഓർ ഒരു കമ്പനിയുടെ ഏർണിങ്ങിനെ കുറിച്ച്, അവരുടെ പെർഫോമൻസിനെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷയാണ് ഇതിലൂടെ കാണിക്കുന്നത്. കാരണം നല്ല മാർക്കറ്റ് പ്രൈസ് ഉണ്ടെങ്കിൽ നല്ല വാല്യൂ ഉള്ള ഷെയറാണ് അവർ ഹെൽഡ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് അവർക്ക് നല്ല ഏർണിംഗ് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ല വാല്യബിൾ ആയിട്ടുള്ള ഷെയർ ആണെങ്കിൽ, നല്ല ഡിമാൻഡുള്ള ഷെയർ ആണെങ്കിൽ അത് ഹൈ പ്രോഫിറ്റബിലിറ്റി കാണിക്കുന്നതാണ്. അതിന് ധാരാളം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല റിട്ടേൺ ഉള്ള ഷെയർ ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക് യു.